നമസ്കാരം. 10 വർഷത്തിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിനെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ പ്രസംഗമായി മാറുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്ന രാഹുൽ ഗാന്ധിയുടെ തീപ്പൊരി പ്രസംഗം. പാർലമെന്റിൽ കർത്താവായ യേശുവിന്റെ രൂപം ഉയർത്തിക്കാട്ടി മണിപ്പൂർ വിഷയത്തിൽ രാഹുൽ അക്കമിട്ട് ചോദ്യങ്ങൾ നിരത്തി. ഇന്ത്യൻ പ്രസിഡന്റിന്റെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായാണ് രാഹുൽ സംസാരിച്ചതെങ്കിലും പ്രസംഗത്തിലുടനീളം മോഡിയെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യശരങ്ങൾ തന്നെയായിരുന്നു. മണിപ്പൂർ മോഡിക്ക് ഇന്ത്യയിലല്ല എന്ന ഭാവമാണെന്നും അതുകൊണ്ടായിരിക്കാം അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തതെന്നും രാഹുൽ പറഞ്ഞു. മണിപ്പൂർ തുടങ്ങി കർഷക പ്രതിഷേധം വരെയും നീറ്റ് തുടങ്ങി അഗ്നിവീർ വരെയും രാഹുൽ സഭയിൽ ഉയർത്തിക്കാട്ടി. मणिपुर को आपने सिविल वॉर में डुबा दिया है। मणिपुर को आपने और आपकी योजनाओं ने, आपकी पॉलिटिक्स ने जला दिया है और आज तक हिंदुस्तान के प्रधानमंत्री मणिपुर नहीं गए हैं। ऐसा लगता है कि मणिपुर हिंदुस्तान का प्रदेश नहीं, प्रधानमंत्री के लिए मणिपुर स्टेट ही नहीं है। मणिपुर में सिविल वॉर हो ही नहीं रही है और एक बार बयान दिया, हमने मतलब प्रेशर लगाया, हम गए, हमने प्रधानमंत्री से कहा एक मैसेज दे दीजिए, मणिपुर चले जाइए, जनता की वहां रक्षा कीजिए। नहीं, ഹൈന്ദവരും ഹിന്ദുത്വവും മോഡിയുടെ കുടിപ്പേർ അവകാശമല്ലെന്നും രാഹുൽ ആഞ്ഞടിച്ചു. उसके बाद जीसस क्राइस्ट की इमेज देखिए, उसमें भी आपको अभय मुद्रा दिखाई देगा। जीसस क्राइस्ट की इमेज में भी अभय मुद्रा, डराओ मत। और जीसस क्राइस्ट ने कहा कि अगर आपको कोई थप्पड़ मारता है तो दूसरा गाल दिखा दो. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഉയർത്തിക്കാട്ടി എണ്ണി ചോദ്യങ്ങൾ ഉയർത്തുകയും ഒപ്പം മോഡി ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വ്യക്തിയെന്നും രാഹുൽ പരിഹാസ സ്വരം ഉയർത്തി. Yes, the Paramatma speaks to Modi ji's Atma directly. Unlike with all humans, we are all biological. We are born, we die, but the Prime Minister is a non-biological being. ഓരോ ചോദ്യങ്ങൾക്കിടയിലും ഭരണപക്ഷത്തിന്റെ ഒന്നിച്ചുള്ള എതിർപ്പ് മുഴങ്ങിയിരുന്നു. ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇരിപ്പുറയ്ക്കാതെ മോഡി എണീറ്റത് 2 തവണയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 5 തവണ. ഭരണപക്ഷം ഒന്നടങ്കം എണീറ്റിട്ടും ഇതിനെ ഒന്നും ഒട്ടും വകവയ്ക്കാതെ രാഹുൽ പുതിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ കരുത്തനായ ഒരു പോരാളിയായി രാഹുൽ ഗാന്ധി മാറുന്ന കാഴ്ചയായിരുന്നു അത്. ഇലക്ഷൻ സമയത്ത് രാഹുലിനുണ്ടായ വീര്യം ഒരു പടി കൂടി കൂടിയിട്ടേ ഉള്ളൂ എന്ന് വേണം കരുതാൻ. ഇതോടെ ഇനിയുള്ള തുടർഭരണം പഴയതുപോലെ അത്ര എളുപ്പമാവില്ല എന്ന സത്യം ഭരണപക്ഷത്തിന് ഒരിക്കൽ കൂടി ബോധ്യമായി. കർത്താവായ യേശുവിന്റെ ചിത്രം കൂടാതെ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രവും രാഹുൽ സഭയിൽ ഉയർത്തിക്കാട്ടി. As you can see, is also in this image. And Jai Mahadev. സ്പീക്കർ ഓം ബിർളയും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും ഇതിനെ ചട്ടലംഘനം എന്ന് പറഞ്ഞുവെങ്കിലും രാഹുൽ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. രാഹുലിന്റെ പ്രസംഗശേഷം മോഡി മടങ്ങിയെങ്കിലും പിന്നാലെ എത്തിയ മഹുവ മേത്തയുടെ പ്രസംഗവും ഭരണപക്ഷത്തിനെതിരെയുള്ള ചോദ്യാസ്ത്രങ്ങൾ തന്നെയായിരുന്നു.